ദേശീയ ചലച്ചിത്ര അവാർഡിൽ മലയാള സിനിമയുടെ അഭിമാനമായി ആട്ടം. മികച്ച ചിത്രം, തിരക്കഥ, എഡിറ്റിംഗ് എന്നിവയ്ക്കുള്ള അവാർഡുകളാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ചിത്രത്തിന്റെ സംവിധായകനും തിരക്കഥാകൃത്തുമായ ആനന്ദ് ഏകർഷിയും എഡിറ്റർ മഹേഷ് ഭുവനേന്ദും 24-നോട് പുരസ്കാര നേട്ടത്തിലെ സന്തോഷം പങ്കുവയ്ക്കുന്നു. കൊച്ചിയിൽ നിന്നും YS അഭിനന്ദിന്റെ റിപ്പോർട്ട്. മലയാള സിനിമയ്ക്ക് അഭിമാനമായി 3 അവാർഡുകൾ നേടിയാണ് ഇപ്പോൾ ആട്ടം. ഒരു പിടി അവാർഡുകൾ നേടിക്കൊണ്ട് ആട്ടം ദേശീയ ചലച്ചിത്ര പുരസ്കാര നിശയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സംവിധായകനായിട്ടുള്ള തിരക്കഥാകൃത്തുമായിട്ടുള്ള ആനന്ദ് നമ്മോടൊപ്പം ചേരുകയാണ്. പറയാൻ നമ്മൾ എപ്പോഴും ഞാൻ ആലോചിക്കും, ഈ വാക്കുകളില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇല്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി. അത്രയും സന്തോഷമാണ്. പിന്നെ ഇതിനകത്ത് ഒരുപാട് തരത്തിലുള്ള ഒരു വല്ലാത്തൊരു പ്രമേയം തന്നെയാണ് അവതരിപ്പിക്കുന്നത്. ഇതിനകത്തൊരു പുരോഗമന ആശയങ്ങളുണ്ട്. കൃത്യമായിട്ട് ഇതിനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനകത്ത് തന്നെ ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നൊക്കെ വായിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് ആ കാലയളവിൽ എങ്ങനെയായിരുന്നു? ആക്ച്വലി ഈ സിനിമയ്ക്ക് സത്യം പറഞ്ഞാൽ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. ഈ സിനിമ അതിൻ്റെ ആദ്യ ഘട്ടം മുതൽ വളരെ സ്മൂത്തായി, ഒരു കാരണം ഈ പറഞ്ഞ പോലെ 13 പേര്, അതിൽ 11 സുഹൃത്തുക്കൾ, അവരുടെ എല്ലാവരുടെയും ഒരു സ്വപ്നം ആയതുകൊണ്ടായിരിക്കണം വിനയ് ഇങ്ങനെ ഇവരെ വെച്ചൊരു സിനിമ നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച അന്ന് മുതൽ ഇന്ന് വരെയും എല്ലാ പ്രോസസ്സും സ്മൂത്താണ്. കാരണം ഇതിനൊരു ഗംഭീരമായിട്ടുള്ളൊരു പ്രൊഡ്യൂസർ ആദ്യം തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. ഡോക്ടർ അജിത് ജോയ് എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറും അദ്ദേഹം. അപ്പം ആ പ്രൊഡ്യൂസർ ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ച ആ മൊമെൻറ്റ് മുതൽ നമ്മൾ വളരെ സക്സസ്ഫുള്ളാണ്. അപ്പോൾ ഇത് വളരെ സ്മൂത്തായിട്ടാണ് സംഭവിച്ചത്. ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നം. ആട്ടം അരങ്ങ് എന്ന് പറയുന്ന ഒരു നാടക ട്രൂപ്പിൻ്റെ കഥയാണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് പറയുന്നത്. സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നവും ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു തന്തുവായി വരുന്നു. അപ്പോൾ അതൊരു തീർച്ചയായിട്ടും ഒരു പ്രോഗ്രസീവ് സൊസൈറ്റിക്ക് എത്രത്തോളം ഗുണമുണ്ടായി എന്നാണ്. അതായത് നമ്മൾ സിനിമ ചെയ്യാൻ നേരത്ത് ഇങ്ങനെ ഒരു സോഷ്യലി ഒരു ഗുണം ഉണ്ടാവണം, പ്രീച്ചി ആവരുത് എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഒരുപിടി അവാർഡുകളാണ് മലയാള സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് മലയാളി പ്രേക്ഷകരോട് പറയാൻ? അല്ല, ഈ പറഞ്ഞ അവാർഡുകൾ എന്ന് പറയുന്നതിനകത്ത് ഈ ബെസ്റ്റ് ഫിലിം കിട്ടിയതിനോ അല്ലെങ്കിൽ ബെസ്റ്റ് സ്ക്രീൻ പ്ലേ കിട്ടിയതിനോടൊപ്പം തന്നെ ഞാൻ അതിയായി സന്തോഷിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബെസ്റ്റ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. കാരണം ഈ സിനിമയുടെ എഡിറ്റ് ഒരു ജൂറി ഐഡൻറ്റിഫൈ ചെയ്യുക. ഇത്രയും ഞാൻ മനസ്സിലാക്കിയുള്ള 310 സിനിമകളാണ് വന്നത്. ആ 310 സിനിമകളിനകത്ത് മികച്ച എഡിറ്റിങ്ങിനുള്ള അവാർഡ് ഈ സിനിമയ്ക്ക് കൊടുക്കാൻ ആ ജൂറി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ജൂറി ഞാൻ ഭയങ്കര ഹാറ്റ്സ് ഓഫ് ചെയ്യുന്നു. കാരണം അതൊരു ഭയങ്കര ഒരു കണ്ണ് വേണം. കാരണം അത്രയും സീംലെസ് ആയിട്ട് 13 പേരെ ആദ്യ അവസാനം എല്ലാ സീനുകളിലും കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് അബ്സല്യൂട്ട്ലി ഡിഫിക്കൽട്ട്. ഞങ്ങൾ 3.5-4 മാസത്തോളം നമ്മളിത് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ മഹേഷിൻ്റെ അവാർഡും എനിക്ക് അത്രയും സന്തോഷമുള്ളതാണ്. എന്തായാലും ഒരുപറ്റം അവാർഡുകൾ നേടി മലയാള സിനിമയ്ക്ക് അഭിമാനമായി മാറിയിരിക്കുകയാണ്. എന്തായാലും ഇത്രയും വലിയൊരു അഭിമാനം നേടിത്തന്ന നിങ്ങൾക്ക് ഏറിയ അഭിനന്ദനങ്ങൾ. 24-ൻ്റെ അഭിനന്ദനങ്ങൾ. താങ്ക് യു.